എന്താ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താ? ഫസ്റ്റ് വൺ, ഐ തിങ്ക് ഇറ്റ് ഇസ് സ്ട്രെസ്, ആങ്സൈറ്റി. ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ, എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ കയ്യും കാലും വരയ്ക്കാൻ തുടങ്ങി. ഈശ്വര, ഇല്ല, ആ പരിപാടി ഇല്ല, ഒരു കുഴപ്പമില്ല. എക്സാമിന് മാർക്ക് വരുമ്പോഴോ അപ്പോഴും പ്രശ്നമില്ല, കൂളാണ്. ദാറ്റ്സ് വെരി ഗുഡ്. പൊതുവെ സ്റ്റുഡൻസിന് എക്സാംസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി വരും. അത് വേറെ ഒന്നുമല്ല, നമ്മൾ അക്കാഡമിക്കലി പഠിക്കാൻ വേണ്ടി 1 കൊല്ലോ 2 കൊല്ലോ ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യും എന്നാലോചിച്ച് നമ്മൾ തന്നെ നമ്മളോട് മനസ്സിൽ പറയുന്ന ഒരു ആങ്സൈറ്റി. നോട്ട് ഓൺലി ദാറ്റ്, ഈ നേരത്തെ പറഞ്ഞ കഥയിലുള്ള പോലെ എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയും ഇല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള മറ്റുള്ളവരുടെ ഒരു ഇമോഷണൽ സ്ട്രഗിൾ, അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാൻ മാത്രം ഞാൻ ചെയ്തു എന്നുള്ളൊരു തോന്നൽ. നോട്ട് ഓൺലി ദാറ്റ്, അതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലാസ് പഠിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സ് വർക്ക്സ് ഉണ്ട്, എക്സാംസ് ഉണ്ട്, തീസീസസ് ഉണ്ട്, പ്രോജക്ട്സ് ഉണ്ട്. അങ്ങനെ എന്ത് പറഞ്ഞാലും ഒരു ടേബിൾ എടുത്ത് അപ്പുറത്തോട്ട് എടുത്തിടാൻ വേണ്ടി പറയുന്നവരെ ഒരുപാട് പണികൾ നമുക്ക് ചെയ്യാനുണ്ട്. സെക്കൻഡ് തിങ്, ഡിപ്രഷൻ ആൻഡ് ലോ മൂഡ്. ഈ ലോ മൂഡിൻ്റെ കൂടെ തന്നെ വരുന്ന ഒന്നാണ് ആങ്കർ. ചില സമയത്ത് പുസ്തകം എടുത്ത് പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും അച്ഛനും അമ്മയും വന്ന് പറയാം, എടാ നീ ഒന്ന് നന്നായി പഠിച്ചോന്ന്. അപ്പം മൂഡ് പോവും. എന്നാൽ ഇനി ഞാൻ പഠിക്കുകയില്ല, എനിക്ക് ബുക്ക് വേണ്ട, ഞാൻ അടച്ചു വെച്ചു. അങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുക. അതാണ് അടുത്തൊരു പ്രോബ്ലം വരുന്നത്. ഇത് ഡിപ്രഷനിൽ വരാം. പിന്നെ നോട്ട് ഓൺലി ദാറ്റ്, ഇപ്പോൾ നമ്മുടെ ടീനേജ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ മെൻസ്ട്രേഷന് മുന്നോടിയായിട്ടും നമുക്ക് ഡിപ്രഷൻ വരാം, ഫിസിയോളജിക്കലി ഡിപ്രഷൻസ് വരാം. ആ സമയത്ത് തന്നെ നമ്മൾ കുറേ പഠിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഫാമിലി പ്രോഗ്രാംസിനാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേസിനാണെങ്കിലും പലതിനും നമ്മൾ പോവാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയും വരും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് ഒരു ഡിറ്റാച്ച്ഡ് ആണ് ഓൾറെഡി പഠിക്കുന്ന സമയത്ത്. ദെൻ നേരത്തെ പറഞ്ഞാൽ ഫിയർ ഓഫ് നോട്ട് ബീയിങ് ഗുഡ്. ദെൻ നമുക്കൊരു നെഗറ്റീവ് സാധനം വന്നു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. നമ്മൾ സ്ക്രോൾസ് ഇട്ടു, അല്ല റീൽസ് ഇട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റയിൽ കുറേ റീൽസ് ഇട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചത്ര ലൈക്സ് കിട്ടിയില്ല. യു മൈ തിങ്ക് ഇറ്റ് ഇസ് സിമ്പിൾ, സിലി, ചില ആൾക്കാരെങ്കിലും വിചാരിക്കാം. പക്ഷേ അത് ഇമോഷണലി ഒരുപാട് സങ്കടം വരുത്തുന്ന ഒരുപാട് ടീനേജേഴ്സ് എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് നമ്മുടെ അടുത്തുണ്ട്. നമ്മുടെ കൂടെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, ഒക്കെ ഉണ്ട്. എനിക്കൊരു ഫോൺ പോലും എൻ്റെ വീട്ടുകാർ വാങ്ങി തന്നില്ല, ഞാൻ ഇത്രയും പഠിച്ചിട്ട് എന്നാലോചിക്കുന്ന ഫ്രണ്ട്സ്, കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അലോങ് വിത്ത് ദാറ്റ് തന്നെ നമ്മുടെ അതേപോലെ തന്നെ നമുക്കൊരു സെൽഫ് എസ്റ്റീം കുറയാം. ഞാൻ നന്നാവാഞ്ഞിട്ടാണോ, ഞാൻ പോരാഞ്ഞിട്ടാണോ, ഞാൻ എത്ര ചെയ്തിട്ടും എനിക്ക് എത്താൻ പറ്റുന്നില്ലല്ലോ എന്ന് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ. ഈ ഇൻസ്റ്റയുടെ കാര്യം പറയാൻ വേണ്ടി ഉള്ളൊരു കാര്യം, ഇതിൽ നമ്മൾ റീൽസ് ഇട്ട് കഴിഞ്ഞാലും പലത് ഇട്ട് കഴിഞ്ഞാലും പോസിറ്റീവ്സ് ഒരുപാട് വരും, വാവ് വെരി ഗുഡ് വണ്ടർഫുൾ ഒക്കെ വരും. അതിന് താഴെ ചിലപ്പോൾ വരും എന്തൊരു ഷോ ഓഫാണ് ഇഷ്ടമായതെന്ന്. അതോടുകൂടി നമ്മുടെ എല്ലാ കോൺഫിഡൻസും പോയി. 100 പോസിറ്റീവ്സ് വന്ന് ഒരു നെഗറ്റീവ് വന്നാൽ അതിൻ്റെ മുകളിൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കും. വി കാൺ ടേക്ക് എ നെഗറ്റീവ് ക്രിറ്റിസിസം, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ആക്സെപ്റ്റ്. അലോങ് വിത്ത് ദാറ്റ് ബേൺ ഔട്ട് ആൻഡ് എക്സോഷൻ. ഒരുപാട് പഠിച്ചു, മതിയായി, ക്ഷീണമായി, ഇനി എനിക്ക് പഠിക്കാൻ വയ്യ, എത്രയാച്ചാ ഞാൻ ചെയ്യുന്നത് എന്ന് തുടങ്ങിയിട്ട് നമുക്കൊരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ വരാം. നമ്മൾ സ്വതവേ ചെയ്തിരുന്ന പല കാര്യത്തിനും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വരാം. ദീസ് ആൾ ഒരു ഡിപ്രഷൻ്റെ ഓരോ സിംറ്റംസ് ആണ്, നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ക്രീപ്പിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ. അലോങ് വിത്ത് ദാറ്റ് ട്രോമ ആൻഡ് അഡ്വേഴ്സിറ്റി, ബുള്ളിങ്, ഹറാസ്മെൻറ്റ്സ്, വേറൊരാളെ ചീത്ത പറയുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ്. ഇതൊക്കെ പോരാഞ്ഞിട്ട് പാരൻസ് ആണെങ്കിൽ ചില സമയത്ത് എന്ത് പറയും, നീ കുട്ടിയാണ്, നീ സ്റ്റുഡൻ്റാണ്, നീ പഠിക്കുകയാണ്, നീ പഠിച്ചാൽ മതി. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ സ്റ്റുഡൻ്റാണ്. ചില സമയത്ത് എന്ത് പറയും, ഇത്രയൊക്കെ പഠിച്ചിട്ട് നീ വലിയ ആളായില്ല, നിനക്കിത് ചെയ്തൂടെ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കും. ചിലരൊക്കെ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്, ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരിക്കാം. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് നാച്ചുറലി എല്ലാ ഫാമിലിയിലും നടക്കുന്നൊരു കാര്യമാണ്. സോ വാട്ട് ഹാപ്പൻസ് ടു ദാറ്റ് ഇൻഡിവിജ്വൽ, നമുക്ക് തന്നെ സംശയം വരാൻ തുടങ്ങും, നമുക്കൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് വരും. ഹൂ ആം ഐ, ഞാൻ പഠിക്കുകയാണ്, ഞാൻ സ്റ്റുഡൻ്റാണ്, എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വലിയ ആളുമാണ്, ഐ ഹാവ് ടു ടേക്ക് മൈ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ നാച്ചുറലി ഒരു ഏജ് ഗ്രൂപ്പിൽ എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യും? ദേഷ്യം പിടിക്കും. 2 ദിവസം ഭക്ഷണം വേണ്ട, ഞാൻ കഴിക്കുന്നില്ല, വാതിൽ അടച്ചു പോവുക, ഫോണാണെങ്കിൽ എടുത്ത് വലിച്ചെറിയുക.
ദീസ് ആർ ദ വേസ് പലപ്പോഴും നമ്മുടെ ഫ്രസ്ട്രേഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്.